ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നൊരു കുട്ടി ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് എനിക്ക് വർക്കുള്ള ദിവസമാണ്. ആ ദിവസത്തെ എൻ്റെ ഒരു മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ ആൻഡ് മേക്കപ്പ് ആണ് നിങ്ങൾ കാണുന്നത്. സിമ്പിൾ മേക്കപ്പ് റുട്ടീനാണ്. അപ്പോൾ ഞാൻ തലേദിവസം തന്നെ ഹെയർ വാഷ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് പിറ്റേ ദിവസം ജസ്റ്റ് ഡീറ്റാങ്കിൾ ചെയ്ത് കോംബ് ചെയ്ത് സിറം അപ്ലൈ ചെയ്ത് എടുത്താൽ മതി. വി ആർ ഓൾ സെറ്റ് ടു ഗോ. ദെൻ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സ്റ്റെപ്പ് ഇസ് ദാറ്റ് നമ്മൾ ലിപ് ബാം അപ്ലൈ ചെയ്യണം. ലിപ് ബാം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ നോർമൽ ആയിട്ടുള്ള ഒരു ലിപ് ബാമാണ്. അത് അപ്ലൈ ചെയ്തു, ബ്ലെൻഡ് ചെയ്തു, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. ദെൻ അത് നന്നായിട്ട് സെറ്റായിട്ട് അവിടെ ഇരുന്നോളും. ആൻഡ് നമുക്ക് അടുത്ത സ്റ്റെപ്പായ നമ്മുടെ സ്കിൻ കെയറിലോട്ട് പോകാം. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഡേംഡോക്കിൻ്റെ 10% നിയാസിനമൈഡ് സിറമാണ്. ഇത് ഞാൻ purple.com നിന്ന് വാങ്ങിച്ചതാണ്. നിങ്ങൾക്കും വേണമെങ്കിൽ യൂസ് ചെയ്യാം, അടിപൊളിയാണ്. റിസൾട്ട് ഉണ്ട്. ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ട് കുറച്ച് ഡേയ്സേ ആയിട്ടുള്ളൂ, പക്ഷേ ഐ ആം ലവിങ് ഇറ്റ്. നിങ്ങൾക്കും വേണമെങ്കിൽ യൂസ് ചെയ്യാം. അഫോർഡബിൾ റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസിങ് ഒക്കെ വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ 2-3 ഡ്രോപ്സ് എടുത്ത് നല്ലോണം ഡാബ് ചെയ്ത് കൊടുക്കുക ഫേസിൽ. അധികം മസാജ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് അത് അബ്സോർബ് ചെയ്യാൻ വിട്ടാൽ മതി. എന്നിട്ട് നല്ലോണം അതിനെ ലീവ് ചെയ്യുക, അങ്ങനെ ലീവ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിതെല്ലാം അപ്ലൈ ചെയ്ത് ഡ്രൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസ് അപ്പം തന്നെ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ നമുക്ക് ഫീൽ ചെയ്യും, ഇന്നർ ഗ്ലോ ഒക്കെ ഫീൽ ചെയ്യും. ദാറ്റ് ഇസ് റിയലി ഗുഡ്. ആൻഡ് എൻ്റെ ഈ ഡ്രസ്സ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് ഗായ്സ്. ഇത് ഒരു പജാമ സെറ്റാണ്. അതവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പായ സ്ട്രോപ്പ് ക്രീം നമ്മൾ യൂസ് ചെയ്യണം ഗായ്സ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ഇച്ചിരി തിളങ്ങി ഗ്ലോ ഒക്കെ ഫേസിൽ വരുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഫേസസ് കാനഡയുടെ സ്ട്രോപ്പ് ക്രീം എന്ന് പറയുന്നൊരു പ്രൊഡക്റ്റ്. ഇത് പ്രൈസ് റേഞ്ച് വരുന്നത് 500 സംതിങ് ആണ്. പക്ഷേ നിങ്ങൾക്ക് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മേടിച്ച് വെക്കുന്നത് നല്ലൊരു ഐഡിയ ആയിരിക്കും. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഡ്രോപ്സ് എടുത്തു, കുറച്ച് ക്രീം എടുത്തു. ഫേസ് ഓൾ ഓവർ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു ഇന്നർ ഗ്ലോ ഫേസിൽ വന്ന മാതിരി ഉണ്ടാവും. ലൈക്ക് നമുക്ക് വേറൊരു മേക്കപ്പ് പ്രോഡക്ട്സിൻ്റെ ആവശ്യമില്ല. ഇത് മാത്രം അപ്ലൈ ചെയ്താൽ നമ്മൾ ഗുഡ് ടു ഗോ ആണ് ഗൈസ്. ഇത് മാത്രം അപ്ലൈ ചെയ്താൽ മതി. ബിലീവ് മീ, യു ആർ ഗോണ ലവ് ഇറ്റ്. അപ്പോൾ നമ്മുടെ ആ സ്റ്റെപ്പും കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ലിപ് സ്റ്റിക്കാണ് ഗൈസ്. ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മാൾസിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡ് നമ്പർ മ്യൂസിൻ്റെ 08 എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. ഞാനിത് നൈക്കിയിൽ നിന്നാണ് വാങ്ങിച്ചത്. ലൈറ്റ് വെയ്റ്റ് ആണ്. പക്ഷേ ഇത് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ സത്യം മനസ്സിലാക്കിയത് ഞാൻ ലിപ് ബാം വൈപ്പ് ഔട്ട് ചെയ്ത് കളഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഞാൻ ലിപ് ബാം അവിടെയുള്ള കാര്യം ഞാൻ മറന്നുപോയി. ഞാനത് വൈപ്പ് ചെയ്തിട്ട് വേണമായിരുന്നു ഇത് അപ്ലൈ ചെയ്യാൻ. ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റിക്കി ആയിട്ട് ലിപ്സ്റ്റിക്ക് ഒരിടത്തും പിടിക്കാണ്ടിരിക്കും. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നൊരു തുണി എടുത്തു ഗൈസ്. തുണി എടുത്ത് അത് ഫുൾ തുടച്ച് കളഞ്ഞു ഗൈസ്. അത് കഴിഞ്ഞ് ഞാൻ ഒന്നും കൂടെ റീഅപ്ലൈ ചെയ്യുന്നതാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് അപ്ലൈ ചെയ്ത് വരുമ്പോൾ നല്ലൊരു സാറ്റിസ്ഫാക്ഷനാണ് ഗൈസ്. ഇതധികം സ്റ്റിക്കി അല്ല. നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഓയിലി പോലെ തോന്നും, പക്ഷേ അത് ഇൻസ്റ്റൻ്റ്ലി അത് കുറച്ച് നേരം ഡ്രൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു മാറ്റ് ഫിനിഷ് തരുന്നൊരു ലിപ്സ്റ്റിക്കാണ്. പിന്നെ ഞാൻ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്യും, കണ്ണ് വേണമെങ്കിൽ എഴുതും. ഇത്രയാണ് എൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു മേക്കപ്പ് ദാറ്റ് യു ക്യാൻ സീ. ആ ഒരു ഇന്നർ ഗ്ലോ കണ്ടില്ലേ? നമ്മൾ വേറൊരു പ്രൊഡക്ട്സിന് യൂസ് ചെയ്യാണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പാണിത്. പിന്നെ ഇതിന് വന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞൊരു 2 ഇയറിങ്സ് ഉണ്ടായിരുന്നു, ഒരു എക്സിബിഷന് വാങ്ങിച്ചത്. അത് രണ്ടുമാണ് ഇത് രണ്ടും. ഭയങ്കര ഒരു അഫോർഡബിൾ പ്രൈസിൽ എനിക്ക് കിട്ടിയതാണ്. നിങ്ങളും മേടിച്ച് നോക്കാൻ ഞാൻ പറയുന്നില്ല, കാരണം അതിന് കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, താങ്ക് യു, ബൈ ബൈ, സീ യു, ഉമ്മ.